സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. കാസ്റ്റ് യുവർ ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്, ഫോർ യു വിൽ ഫൈൻഡ് ഇറ്റ് ആഫ്റ്റർ മെനി ഡേയ്സ്. നിങ്ങളുടെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഞാനൊരു ചെറിയ കഥ, ഇതിനോടുള്ള കഥയല്ല, സംഭവിച്ച ഒരു സംഭവം ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് സ്റ്റോറി ഓഫ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നാണ് ആ സ്റ്റോറിയുടെ പേര്. ഒരു കപ്പ് പാല്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു അമേരിക്കയിലെ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് 1853 ജനിച്ച ഒരു പൈതൽ, ഒരു ബോയ്. അവൻ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. തൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കാൻ പോലും തനിക്ക് നിർവാഹമില്ലായിരുന്നു. താൻ ചെയ്തു വരുന്നത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ സാധനങ്ങളൊക്കെ കടകളിൽ നിന്ന് മേടിച്ച് വീടുകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്ത് ചെറിയ തുച്ഛമായ ലാഭം കിട്ടി ആ ലാഭം കൊണ്ട് തൻ്റെ സ്കൂളിൻ്റെ ഫീസ് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം തൻ്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞ് താനിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് താൻ ക്ഷീണിതനായി. വളരെ അധികം തനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. കുടിക്കാൻ വെള്ളം ആഗ്രഹിച്ചു. താൻ ക്ഷീണിതനായിട്ട് താൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ആദ്യം കാണുന്ന വീട്ടിലോട്ട് കയറി ചെന്നിട്ട് എനിക്ക് കഴിക്കാൻ വല്ലതും വേണം എന്ന് ഞാൻ സധൈര്യം പറയുമെന്ന് അദ്ദേഹം തീരുമാനിച്ച് ഒരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. തൻ്റെ ആഗ്രഹം തനിക്ക് അത്യാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കണം. താൻ ആ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഒരു യങ് ലേഡി ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. ഈ യങ് ലേഡിയെ കണ്ടപ്പോൾ തനിക്കൊരു അഭിമാനം തോന്നി. ഞാൻ ഇനി ഇവരോട് ഭക്ഷണം ചോദിച്ചാൽ മോശമല്ലേ? താൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരും. ഭക്ഷണം എന്നുള്ളത് വെള്ളമാക്കി മാറ്റി. ആ പ്രിയ സഹോദരിക്ക് മനസ്സിലായി ഇവൻ വളരെ ക്ഷീണിതനാണ്. ആഹാരം കഴിക്കാത്തതിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ തൻ്റെ മുഖത്ത് കാണാം. അകത്ത് പോയിട്ട് ഒരു വലിയ കപ്പ് നിറച്ച്, ലാർജ് കപ്പ് ഓഫ് മിൽക്ക്, നല്ല ശുദ്ധമായ പാല് കൊണ്ടുവന്ന് ഈ മനുഷ്യന് കൊടുത്തു, ഈ പയ്യന് കൊടുത്തു. അതിന് വളരെ സന്തോഷത്തോടെ ആർത്തിയോടെ വാങ്ങി കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ലേഡിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഹൗ മച്ച് ഡു ഐ ഓവ് യു? ഞാൻ നിനക്ക് എന്താണ് ഇതിന് കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ എത്രയാണ് നിനക്ക് തരേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ആ സ്ത്രീ പറഞ്ഞു, യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ് ടു മീ. മൈ മദർ ടോട്ട് മീ വെൻ യു ഷോ കൈൻഡ്നെസ് നെവർ ചാർജ് ഫോർ ദാറ്റ്. നിങ്ങളൊരാളോട് സ്നേഹം കാണിക്കുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ ഒരിക്കലും പകരം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി ഈ ബോയോട് പറഞ്ഞു. അവൻ ആ സമയത്ത്, അമ്മ തന്നോട് വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ താൻ പോകുന്നുണ്ട്, എന്നാൽ ഇങ്ങനെയും ദൈവസ്നേഹമുള്ള മനുഷ്യരുണ്ടല്ലോ എന്ന ഒരു ചിന്ത തൻ്റെ ഉള്ളിൽ ധരിച്ചിട്ട് താൻ യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ തനിക്ക് ഇടയായിത്തീർന്നു. താൻ തൻ്റെ വീട്ടിലേക്ക് പോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഈ പെൺകുട്ടി ഒരു വലിയ പ്രായമുള്ള സ്ത്രീയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് വളരെ മാരകമായ ഒരു രോഗം പിടിപെട്ടു. വളരെ ഇൻക്യൂറബിളായിട്ടുള്ളൊരു രോഗം. അമേരിക്കയിൽ ആ സിറ്റിയിലുള്ള രോഗികൾക്ക് ലഭിക്കാവുന്ന ചികിത്സകളെല്ലാം അവർക്ക് കൊടുത്തെങ്കിലും അവർ അവിടെ നിന്ന് സുഖം പ്രാപിച്ചില്ല. അവിടെയുള്ള ഡോക്ടേഴ്സ് അവരോട് അഡ്വൈസ് ചെയ്തു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മറ്റൊരു സ്റ്റേറ്റിൽ ഇനി സ്പെഷ്യലിസ്റ്റായിട്ടുള്ള കുറേ ഡോക്ടേഴ്സുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയാൽ ഒരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കുമെന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ അവർ ആ സ്റ്റേറ്റിലേക്ക് പറഞ്ഞയച്ചു. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഈ പ്രത്യേക അസുഖത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സുള്ള ഹോസ്പിറ്റലിൽ ഇവർ പോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സിൻ്റെ ടീമെല്ലാം മീറ്റ് ചെയ്തു. ഈ ലേഡി എവിടുന്ന് വരുന്ന, ഇന്ന പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, ഹവാർഡ് കെല്ലി എന്ന് പറയുന്നൊരു ഡോക്ടർ. അദ്ദേഹത്തിനൊരു എന്തൂസിയാസം ഉണ്ട്. ഈ പട്ടണം എനിക്കറിയാവുന്ന സ്ഥലമാണല്ലോ, ഞാൻ അവിടെ പോയിട്ടുള്ളത്. ആ സ്ത്രീ ഒന്ന് കാണാനായിട്ട് താൻ ആ റൂമിൽ വന്നു. ഈ ലേഡിയെ കണ്ടപ്പോൾ തന്നെ തനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ മുഖം തനിക്ക് ഓർമ്മ വന്നു. ഈ ഡോക്ടർ കെല്ലി വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവിടെയുള്ള മറ്റ് ഡോക്ടേഴ്സ് എല്ലാം കൂടെ ടീമായിട്ട് വർക്ക് ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള വളരെ താല്പര്യത്തോടെ ആ സ്ത്രീയെ അവർ ട്രീറ്റ് ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ചില ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ ഡോക്ടർ കെല്ലി അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് പറഞ്ഞു, ആ ലേഡിയുടെ ബില്ല് വരുമ്പോൾ എന്നെ ഒന്ന് കാണിക്കണം, എനിക്കതിൽ ചില നോട്ടുകൾ എഴുതാനുണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവർക്ക് സൗഖ്യമായി.
ഈ സ്ത്രീയുടെ ബില്ല് ഈ ഡോക്ടർ കെല്ലിയുടെ കയ്യിൽ വന്നു. ഡോക്ടർ കെല്ലി ഇവരുടെ റൂമിലേക്ക് ഈ ബില്ല് കൊടുത്തു വിട്ടു. ഒരു എൻവിലോപ്പിലാണ് ഈ ബില്ല് വന്നത്. നമുക്കറിയാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഈ സ്ത്രീക്ക് മനസ്സിലായി, ദൈവമേ ഈ ബില്ല് എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ അടയ്ക്കും? എനിക്ക് അതിനുള്ള നിർവാഹമില്ല. എൻ്റെ കയ്യിലുള്ളതും എനിക്ക് കിട്ടാവുന്ന സോഷ്യൽ സെക്യൂരിറ്റിയും എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം കൊടുത്താൽ പോലും ഇത് തികയില്ലല്ലോ എന്നൊരു ഭാരം അവരുടെ ഉള്ളിൽ വന്നിട്ട് വിറയ്ക്കുന്ന കൈകളിലൂടെ അവർ ആ ലെറ്റർ ഓപ്പൺ ചെയ്തു. അപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞ വാക്ക് ഇതാണ്, എന്താണ്? പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk, സൈൻഡ് ബൈ ഡോക്ടർ ഹവാർഡ് കെല്ലി. ഒരു വാക്യം, നിങ്ങളുടെ ബില്ല് പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നു 1 ഗ്ലാസ് മിൽക്കിന് പകരമായിട്ട് എന്ന് ആ മനുഷ്യൻ അതിലെഴുതിയിരുന്നു. ഇത് വായിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ദൈവമേ, ഈ വാക്കാണ് അവർ പറഞ്ഞത്, താങ്ക് യു ഗോഡ് ദാറ്റ് യുവർ ലവ് ഹാസ് സ്പ്രെഡ് എബ്രോഡ് ത്രൂ ഹ്യൂമൻ ഹാർട്ട്സ് ആൻഡ് ഹാൻഡ്സ്. ദൈവമേ, അങ്ങയുടെ സ്നേഹം ഇന്ന് അനേകരുടെ കരങ്ങളിലൂടെ ഹൃദയങ്ങളിലൂടെ എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ടല്ലോ എന്ന സത്യത്തോടെ അവർ ആ വളരെ സന്തോഷത്തോടെ ആ കത്ത് അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മളതാണ് വായിച്ചത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. കാസ്റ്റ് യുവർ ബ്രെഡ് അപ്പോൺ ദ വാട്ടേഴ്സ്, ഫോർ യു വിൽ ഫൈൻഡ് ഇറ്റ് ആഫ്റ്റർ മെനി ഡേയ്സ്. ഈ മെനി ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്കെ ഉദ്ദേശിക്കുന്ന കാലഘട്ടമായിരിക്കില്ല. ദൈവത്തിന് ഓരോ വിഷയങ്ങളുടെ പിന്നാലെ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. എനിക്ക് പല സാക്ഷ്യങ്ങൾ, പല കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ മക്കൾക്ക് വേണ്ടി വളരെ കണ്ണുനീരോടെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അത് കാണാൻ കഴിയാതെ അവർ മരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുഞ്ഞുങ്ങൾ ധൈര്യത്തോടെ കർത്താവിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയ ചില മാതാപിതാക്കൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഡോക്ടർ വില്യം കേറിയെക്കുറിച്ച് നമ്മൾ കേട്ടു. അദ്ദേഹം ആ സുഖസൗകര്യങ്ങളെല്ലാം വിട്ട് താൻ ഈ നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന് ഇവിടെയുള്ള പാവപ്പെട്ടവരോടുകൂടെ ജീവിച്ച് അവരുടെ രൂപാന്തരത്തിന് വേണ്ടി, അവർ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനായിട്ട്, അവരുടെ ഇടയിൽ വ്യാപരിക്കുന്ന അനേക ദുരാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് താൻ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, താൻ വളരെ ത്യാഗങ്ങൾ സഹിച്ചു. എൻ്റെ ജീവിതകാലത്ത് പല റിസൾട്ടുകൾ കാണാൻ തുടങ്ങി. എന്നാൽ ഇന്നും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ അനേക ആയിരങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് കാരണമായി തീർന്ന ആ മനുഷ്യൻ അന്ന് വിതച്ച വിത്തുകളാണ്. അന്ന് താൻ വിശ്വാസത്തോടെ എറിഞ്ഞ അപ്പമാണ് ഇന്ന് ഏറിയ നാൾ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ തനിക്ക് നിത്യതയിൽ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ ഫലം കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു ദൈവഭക്തനെക്കുറിച്ച് നമ്മൾ കേട്ടു, പ്രേയിങ് ഹൈഡ്, അല്ലെങ്കിൽ ജോൺ ഹൈഡ് എന്നൊരു ദൈവദാസൻ. അമേരിക്കയിലെ ഇല്ലിനോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു വളർന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന്, പഞ്ചാബിൽ വന്ന് അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ച്, ദിവസങ്ങൾ ഉപവസിച്ച്, പ്രാർത്ഥിച്ച് താൻ 1912 ഈ ലോകം വിട്ട് കടന്നുപോയി. 1912 അദ്ദേഹം മരിച്ചു. എന്നാൽ ദൈവമക്കളെ ഇന്ന് ഓർക്കുക, ഇന്ന് അനേക ദൈവമക്കൾ ആ പഞ്ചാബ് സ്റ്റേറ്റിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഇന്നും അനേകർ യേശു രക്ഷിതാവെന്ന സത്യത്തിലേക്ക് അവർ മടങ്ങി വരുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ വിശ്വാസത്തോടെ തങ്ങളുടെ അപ്പം വിതച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അവർ നിത്യതയിൽ ചേർന്നു. നിത്യതയിൽ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ പ്രതിഫലം കാണുന്നത്. പൗലോസ് ശ്ലീഹ അതിനോടനുബന്ധിച്ചൊരു വാക്യം ഗലാത്യ ലേഖനം 6-9 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Galatians chapter 6 verse 9. നാം നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയത്ത് നാം കൊയ്യും. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത് എന്ന ഒരു വാക്യമാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിക്കുന്നത് അതിൻ്റെ പ്രീവിയസ് വേഴ്സും കൂടെ നോക്കിയെങ്കിലേ പറ്റത്തില്ല. 8ാം വാക്യം എന്താണ് വായിക്കുന്നത്? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. 2 രീതിയിൽ നമുക്ക് വിതയ്ക്കാം. ഒന്ന് ജഡത്തിൽ വിതയ്ക്കാം, ഒന്ന് ആത്മാവിൽ വിതയ്ക്കാം. ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്വാർത്ഥ മനസ്സോടെ, സെൽഫിഷ്നെസ്സിനോടെ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ജഡത്തിൽ നിന്ന് എന്താ ചെയ്യുന്നവരുടെ നാശം കൊയ്യും. ഇന്ന് പലരും സഭയിൽ വരുന്നത് എൻ്റെ കാര്യം എനിക്ക് പോകണം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള മനോഭാവത്തോടെ വരുന്നവരുണ്ട്. ദൈവമക്കളെ, ഇതൊരു കുടുംബമാണ്, നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യുന്നത്? ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും.
നമ്മൾ എങ്ങനെയാണ് വിതയ്ക്കുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത്, സഹായിക്കുന്നത് ജഡത്തിൻ്റെ രീതിയിലാണോ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണോ, അതോ ആത്മാവിലാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സഹവിശ്വാസിക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസ വാരി കൊടുക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല. ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവമക്കളുടെ ആ ഫെലോഷിപ്പ്, ആ സ്നേഹം, മറ്റുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യുന്നത്, ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിക്കുന്നത്, ഒന്ന് പുഞ്ചിരിക്കുന്നത് അവർക്കൊരു പ്രോത്സാഹനമാവുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ആത്മാവിൽ വിതയ്ക്കുകയാണ് ദൈവമക്കളെ. ഇതൊരു തൻ കാര്യം മാത്രം നോക്കിപ്പോകുന്ന ഒരു കുടുംബമല്ല. ദൈവസഭ അന്യോന്യം സ്നേഹത്തോടെ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആത്മാവിൽ വിതയ്ക്കുന്നവരായി. എൻ്റെ പ്രതിഫലം എന്താണ് നമ്മൾ വായിക്കുന്നത്? സഭാപ്രസംഗിൽ നമ്മൾ വായിച്ചു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. പൗലോസ് പറയുന്നു, തക്ക സമയത്ത് നാം കൊയ്യും. ഈ വാക്കുകൾ നമ്മൾ ഓർമ്മയിലിരിക്കട്ടെ ദൈവമക്കളെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, നിസ്വാർത്ഥതയോടെ സ്നേഹത്തോടെ അങ്ങയുടെ സേവ ചെയ്യുവാൻ, ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം അത് ചെയ്യുവാൻ, അത് പണം കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട്, നല്ല പ്രോത്സാഹനങ്ങൾ കൊണ്ട്, അപ്രിസിയേഷൻ കൊണ്ട് മറ്റുള്ളവരെ വളർത്തുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ടൈം ബാങ്ക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ടൈം ബാങ്ക്, സമയം നിക്ഷേപിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഫ്രീ ഡേ ഉണ്ടെങ്കിൽ ആ ദിവസം ആരെങ്കിലും എൽഡേഴ്സായിട്ടുള്ളവരെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവർക്ക് അവിടെ സർവീസ് നടത്താം. അവരെത്ര മണിക്കൂർ സെർവ് ചെയ്യുന്നു അത്രയും മണിക്കൂർ അവർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ഇവരും ബലഹീനരാകുമ്പോൾ ഇവരെത്രമാത്രം സർവീസ് ചെയ്തിട്ടുണ്ടോ അത്രയും തിരിച്ച് ഇവർക്ക് ലഭിക്കാനുള്ളൊരു സിസ്റ്റമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളാണ് നമ്മൾ ഓർക്കുക, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതൊരു പക്ഷേ അതിൻ്റെ ഫലം കാണാൻ കൊണ്ട് സാധിക്കും. അല്ല എങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ അനേക ജീവിതങ്ങളെ കർത്താവിൽ സന്തോഷിക്കുന്ന കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.